നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളല്ല കലക്കത്തിന്റെ കാരണം. നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ പ്രിയപ്പെട്ടവരുടെ ദുർനടപടികളോ വീഴ്ചകളോ കാര്യങ്ങളോ അല്ല പ്രശ്നം. അതിനെ തമ്പുരാന്റെ വചന വ്യക്തതയിൽ മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ചയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നീങ്ങാനുള്ള കരുത്ത് പ്രാർത്ഥന വഴി എടുക്കാത്തതാണ്. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, അദ്ദേഹത്തിന്റെ വചനഭാഗം നമ്മൾ ആവർത്തിച്ച് ശ്രദ്ധിക്കാറുള്ള ധ്യാനിക്കാറുള്ള വചനഭാഗങ്ങളായിരുന്നല്ലോ. ഒന്നാമത്തെ വായന പത്രോസ് അപ്പോസ്തലൻ ഒന്നാമത്തെ മാർപ്പാപ്പ ദൈവമക്കൾക്ക് എഴുതുമ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്, ശത്രുവായ പിശാച് ആരെ വിഴുങ്ങുമെന്ന് അന്വേഷിച്ച് ചുറ്റും നടക്കുന്നു, അവനെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എതിർക്കാൻ അപ്പോസ്തലൻ ആവശ്യപ്പെടുകയാണ്. ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളുടെ ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു പോരാട്ടത്തിൻ്റെ അനുഭവമുണ്ട്. പക്ഷെ നിങ്ങൾ അപ്പോസ്തലൻ പറയുന്നത് സമചിത്തതയോടെ ഉണർന്നായിരിക്കണം, ആദ്യ പിടിക്കരുത്, ആകുലപ്പെടരുത്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൻ്റെ പക്കൽ വെച്ച് അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, തക്ക സമയത്ത് അവിടുന്ന് ഇടപെടും. അവിടുത്തെ ഇടപെടൽ നമ്മൾ അനുഭവിക്കും. അങ്ങനെ വളരെ ആശ്വസിപ്പിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, കരുത്ത് പകരുന്ന, പ്രത്യാശ പകരുന്ന വാക്കുകളിലൂടെ പത്രോസ് അപ്പോസ്തലൻ ഈ ഒരു പോരാട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെ സമീപിക്കണം, പോരാട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നതിനെക്കുറിച്ച് പറയുകയാണ്. രണ്ടാമത്തെ വായന നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത് ലൂക്കായുടെ സുവിശേഷത്തിന് 72 പേരെ ഈശോ പ്രസംഗിക്കാൻ അയച്ചു. ആ 72 പേര് പോയിട്ട് 72 പേരും വിജയിച്ച് തിരിച്ചു വരുന്ന ശുശ്രൂഷ ദൗത്യത്തിന് അതും വലിയ സന്തോഷത്തോടുകൂടെ 72 പേരും സന്തോഷം കൊണ്ട് നിറഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയുന്നത് ഒറ്റ കാര്യമാണ്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അതിൻ്റെ സന്തോഷം. അങ്ങനെ പറയുമ്പോൾ ഈശോ തൻ്റെ മറുപടിയിൽ പറയുന്ന 19 വാക്യമായിട്ട് ലൂക്കാ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം, അത് ബഹിഷ്കരണ ശുശ്രൂഷയിൽ വലിയ കരുത്തുള്ളതായിട്ട് അനേക അവസരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അവിടെ ഒരു പരിമിതിയും വെക്കാതെയുള്ള പരാമർശങ്ങൾ കാണാൻ പറ്റും. ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ, സകല ശക്തികളുടെ മീതെ. അനേകർ ഞെരുങ്ങുന്നുണ്ട്. ക്ഷുദ്രപ്രയോഗം, ആഭിചാരം, കൂടോത്രം, മന്ത്രവാദം, കൈവിഷം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കെതിരെ അയൽക്കാർ ചെയ്യുന്നു, കുടുംബാംഗങ്ങൾ ചെല്ല ചെയ്യുന്നു, ദൂരെ നിന്ന് ചെയ്യുന്നു. അവിടെ കൗൺസിലിംഗ് പോയപ്പോൾ അങ്ങനെ പറഞ്ഞു, പല രീതിയിൽ ബോധ്യപ്പെട്ടു. വീട്ടിൽ നിന്ന് സാധനങ്ങൾ കിട്ടി, മണ്ണ് മാന്തിയപ്പോൾ മുറ്റത്തുനിന്ന് കിട്ടി, അച്ഛാ എന്നെ കാണിക്കണ്ടേ, കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നു, സാമ്പത്തികം ശരിയാകുന്നില്ല, എവിടെയോ ചോർച്ചയാണ്, ആരോഗ്യം ശരിയാകുന്നില്ല, ദാമ്പത്യബന്ധം ഭംഗിയാകുന്നില്ല, മക്കൾ കയറി വന്നിട്ട് നീങ്ങുന്നില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞെരുക്കത്തിൻ്റെ മേഖല അനുഭവിക്കുമ്പോൾ ഇവിടെ ഈശോ പറയുന്നത് ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ, ഏത് ശക്തി ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം മീതെ ചവിട്ടി നടക്കാൻ, അവയെ ഒന്നും പേടിക്കാതെ ഒരു ഭാരം അവപ്പെട്ടെടുക്കാതെ ചവിട്ടി കയറി മുന്നോട്ട് പോകാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. ഈശോ പറയുകയാണ്. വീണ്ടും പറയുകയാണ്, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഒരു ഉപദ്രവവും വരികയില്ല. ഒരു ഉപദ്രവവും ഏക്കാതെ നമുക്ക് ഇവിടെ എല്ലാ ഇടയിലൂടെ നടുവിലൂടെ നീങ്ങാനായിട്ട് പറ്റും എന്നുള്ള വചന വാഗ്ദാനം. ഈ വചനം ഞാൻ സൂചിപ്പിച്ചു, ഉരുവിട്ടുകൊണ്ടൊക്കെ ബഹിഷ്കരണ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പം പൈശാചിക മേഖല വളരെ വിറങ്ങലിച്ച് ഭയന്ന് ഞെരുങ്ങുന്നതായിട്ട് അനേക അവസരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വചനത്തിൻ്റെ കരുത്ത് പൈശാചിക മേഖലയ്ക്ക് അവരെ തകർക്കുന്ന ശക്തിയുടെ സാന്നിധ്യമായിട്ട് അനുഭവപ്പെടുമ്പോൾ നമുക്കിത് അവയുടെ മേൽ ചവിട്ടിക്കറി നടക്കാനുള്ള ഒരു കരുത്ത് പകരുന്ന വചനമായിട്ട് പലപ്പോഴും ആയിട്ടില്ല. പൈശാചിക മേഖലയെപ്പറ്റി ചിന്തിക്കാതെ പരിഗണിക്കാതെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം മനസ്സിലാക്കാനോ വിശുദ്ധ ഗ്രന്ഥ വെളിപാട് മനസ്സിലാക്കാനോ സാധിക്കില്ല എന്ന് ഇവിടെ പല രീതിയിൽ ഞാനിവിടെ നിന്ന് പങ്കുവെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉപദ്രവമേക്കാതെ തിന്മയുടെ സകല ശക്തികളെ മീതെ നീങ്ങാൻ എങ്ങനെയാണ് സാധിക്കുക? എന്തുകൊണ്ടല്ല എനിക്ക് സാധിക്കുന്നില്ല? എവിടെയാണ് ഞാൻ കരുതലെടുക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രൂപാന്തരീകരണ തിരുനാൾ കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ്. ആ തിരുനാളിൻ്റെ വചന പങ്കുവെക്കൽ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ
ഈ പൈശാചിക ശക്തികളുടെ മേൽ എങ്ങനെയാണ് നമുക്ക് വിജയിച്ച് കയറാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ നല്ല വെളിപ്പെടുത്തൽ ഈശോ നൽകുന്നുണ്ട്. രൂപാന്തരീകരണ സംഭവം ഒരു ഒറ്റപ്പെട്ട വചന സംഭവം അല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു ദിവസം ഈശോയ്ക്ക് അങ്ങനെ തോന്നി, മലമുകളിൽ വെച്ച് പ്രാർത്ഥിച്ചേക്കാം. 3 പേരെ കൂട്ടിക്കൊണ്ട് പോയി പ്രാർത്ഥിച്ചു ഇറങ്ങി വന്നു. അങ്ങനെ ഒരു യാദൃശ്ചിക കാഷ്വലായിട്ട് സംഭവിക്കുന്നൊരു കാര്യം അല്ലാതെ, മറിച്ച് നമ്മളെ സംഭവം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ മറ്റ് സുവിശേഷന്മാരും ലൂക്കായും മർക്കോസും ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ എടുത്തു പറയുന്നുണ്ട്, ഇവയ്ക്ക് ശേഷം 6 ദിവസം കഴിഞ്ഞ്, ഒരു സുവിശേഷം 8 ദിവസം എന്ന് പറയുന്നുണ്ട്, ഏകദേശം ഒരാഴ്ച എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവയ്ക്ക് ശേഷം 6 ദിവസമല്ല 8 ദിവസം കഴിഞ്ഞ് ഈശോ പത്രോസ്, യാക്കോബ്, യോഹൻ എന്നിവ കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ രൂപാന്തരീകരണ സംഭവം നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു മുൻ സംഭവമായിട്ടൊരു കണക്ഷനുണ്ട്, ഒരു ബന്ധം കിടക്കുന്നുണ്ട്. എന്താണ് ഈ 6 ദിവസം മുമ്പ് അല്ലെ 8 ദിവസം മുമ്പ് നടന്ന കാര്യം എന്താ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ചുള്ള 3 വെളിപ്പെടുത്തലുകളിൽ ഒന്നാമത്തേത് ചെയ്യുകയാണ്. ആദ്യത്തെ പീഡാനുഭവ പ്രവചനമാണ്. അത് കേൾക്കുന്ന പത്രോസ് പക്ഷേ ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുന്നു. ഈശോ അപ്പോൾ തന്നെ പത്രോസിനെ ഒരു ശങ്കയില്ലാതെ നേരെ സാത്താനെ നീ എൻ്റെ മുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് ശകാരിച്ച് മാറ്റി നിർത്തുന്നു. കാരണം നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കാരണവും പറയുന്നു. വളരെ മാനുഷികമായ ചിന്തയാണ് പത്രോസ് പറയുന്നത്. ഇതുപോലത്തെ ഒരു ഭീകരമായ ദുരന്ത സമാനമായ മരണം നിനക്ക് ഗുരുവെ സംഭവിക്കാതിരിക്കട്ടെ. അത് വളരെ മാനുഷികമായ കരുതലിൻ്റെ വാക്കുകളാണ്. പക്ഷെ അവയിലൂടെ സാത്താൻ സംസാരിക്കുന്ന യേശു തിരിച്ചറിഞ്ഞിട്ടാണ് ശക്തമായിട്ട് അങ്ങനെ പത്രോസിനെ സാത്താനെ തന്നെ വിളിച്ച് പരസ്യമായിട്ട് തന്നെ ശകാരിച്ച് തിരുത്തൽ കൊടുക്കുന്നു. പത്രോസിന് മാത്രമല്ല, ഈശോയെ പത്രോസ് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചത്. ഈശോ തിരിച്ച് പത്രോസിനെ കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് മറ്റ് ശിഷ്യന്മാരെയും കൂടി ഞാൻ അടുത്തേക്ക് വിളിച്ചു. ഇങ്ങോട്ട് എല്ലാവരും വരാൻ പറഞ്ഞു. അപ്പോൾ മറ്റ് ശിഷ്യന്മാർ ഓർത്ത് കാണും, എന്താണ് ഗുരു ഇങ്ങനെ പത്രോസിനെ മാറ്റി തന്നെ പറയുന്നത് എന്തായിരിക്കും ഓർത്ത് കാണും. അതവർ കേട്ടില്ല. സാത്താനെന്ന് വിളിക്കുന്നതിനപ്പുറം കേട്ട് കാണും കുറച്ച്. അപ്പോൾ ഗുരു വളരെ ഗൗരവത്തിലാണ്. പത്രോസിനെ കൂട്ടി തിരിച്ച് വന്നിട്ട് ബാക്കി അപ്പസ്തലന്മാരെ കൂട്ടിയിട്ട് ഈശോ പിന്നെ തെളിച്ച് പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് അനുദിനം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അങ്ങനെ പറഞ്ഞ് കൃത്യമായിട്ട് തന്നെ സഹനത്തിൻ്റെ കുരിശിൻ്റെ വഴി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ സംഭവങ്ങൾ കഴിഞ്ഞു. പക്ഷെ മുന്നോട്ട് നീങ്ങുമ്പം ആണ് ഈ 6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈശോ ഈ 3 അപ്പസ്തലന്മാരെ കൂട്ടി മലമുകളിൽ പോകുന്നു. വീണ്ടും ഞാൻ പറയാൻ കാരണം, വീണ്ടും ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. ഏത് വിഷയം? ഈ പീഡാനുഭവത്തിൻ്റെ വിഷയം. മലമുകളിൽ കയറുന്ന ഈശോ താബോറിലെ പ്രാർത്ഥനാ അവസരത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2 പേര് സംസാരിക്കുന്നു ഈശോയുമായിട്ട്. ആരൊക്കെയാണ്? മോശയും ഏലിയായും. അവർ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നാണ് തിരുവചനം വായിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം പറയുന്നുണ്ട് കൃത്യമായിട്ട് 9-ാം അധ്യായത്തിൽ, അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട കടന്നു പോകലിനെ കുറിച്ചാണ് മോശയും ഏലിയായും സംസാരിച്ചത്. അടുത്ത് തന്നെ പൂർത്തിയാകേണ്ട കടന്നു പോകൽ. ഏതാണ് ആ സംഭവം? കടന്നു പോകൽ എന്താണ്? കുരിശുമരണമാണ്. എന്തുകൊണ്ടാണ് ഈ താബോർ മലമുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്ന ഈശോ ഈ മോശയും ഏലിയായുമായിട്ട് ഈ വിഷയം പറയുന്നത്? എന്തുകൊണ്ടാണ് കുരിശുമരണം കടന്നുപോകൽ വിഷയമാകുന്നത്? 6 ദിവസം മുമ്പ് അതാണ് വിഷയം. കടന്നു പോകലിനെ കുറിച്ച് ആദ്യമായിട്ട് ഈശോ പറഞ്ഞു. അത് പത്രോസ് തടസ്സപ്പെടുത്തി, പറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ ഈശോ തിരുത്തൽ കൊടുത്തു. എന്നിട്ടും ആ വിഷയം ഈശോയുടെ ഉള്ളിൽ ഇങ്ങനെ ലിങ്കർ ചെയ്യുകയാണ്, അതിങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. ഇപ്പം നമ്മോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ, കട്ടിയായൊരു വാക്ക് പറഞ്ഞാൽ, ഇപ്പോൾ പത്രോസ് അപ്പസ്തോല പ്രമുഖനാണ്. ഈ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയും. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. എന്താണ് പശ്ചാത്തലം? ഈശോ ചോദിക്കുന്ന അപ്പസ്തലന്മാരോട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് ഉത്തരം ഈശോ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പം അങ്ങനെ പത്രോസ് ആകുന്ന പാറമേലാണ് തൻ്റെ പള്ളിയെ, സഭയെ പണിയേണ്ടത് എന്ന് സ്വർഗത്തിലെ ദൈവം തനിക്കൊരു അടയാളം തന്നതാണ്. പത്രോസ് വഴി വെളിപ്പെടുത്തൽ ഏറ്റുപറച്ചിൽ ഉണ്ടാകുമ്പോൾ എന്ന് ഈശോയുടെ തുറന്ന് പറയുന്നുണ്ട്. പത്രോസ്, നീ ഭാഗ്യവാൻ, നിന്റെ മേൽ ഈ പാറ പള്ളി ഞാൻ പണിയും. താക്കോൽ ഏൽപ്പിച്ച് കൊടുക്കുന്നത് സംസാരിക്കുകയാണ്. അങ്ങനെ ചേർത്ത് നിൽക്കുന്നു മാത്രമല്ല, ഒന്നാമതായിട്ട് നിർത്താൻ സ്വർഗത്തിലെ ദൈവം പിതാവ് തന്നെ വ്യക്തത തന്ന പത്രോസാണ് ഇപ്പം
മാറ്റി നിർത്തിയിട്ട് തടസ്സം പറഞ്ഞ് സാത്താൻ്റെ നാവായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയ്ക്ക് അത് പെട്ടെന്ന് അവഗണിക്കാൻ പറ്റത്തില്ല. നമ്മൾ വല്ലയിടത്തും വിളിച്ച് വല്ല കാര്യം പറഞ്ഞാൽ നമുക്കൊരു ഏശിയല്ല. പക്ഷെ നമ്മൾ ഏറ്റവും വിശ്വസിച്ച് ഏറ്റവും ഉള്ളു തുറന്ന് പങ്കുവെച്ച് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിട്ട് കരുതിയിരിക്കുന്നവർ നമ്മൾ ഗൗരവമായിട്ടെടുക്കുന്നൊരു വിഷയത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നേരെ പറഞ്ഞാൽ നമുക്കത് എളുപ്പത്തിലൊന്നും അവഗണിക്കാൻ പറ്റത്തില്ല. അത് പറ്റിയാൽ അങ്ങനെ അല്ലെന്നൊക്കെ പറഞ്ഞ് പോയാൽ പോലും പിന്നെ മനസ്സിൽ കിടക്കുക, അവരങ്ങനെ പറഞ്ഞല്ലോ, ഏറ്റവും അടുത്ത ആളല്ലേ, മുഖത്ത് നോക്കിക്കൊണ്ട്. പത്രോസ് ഈശോയെ തനിച്ച് മാറ്റി നിർത്തിക്കണോ പറയുന്നത്, അത് അവഗണിക്കില്ല, നേരെ കേൾക്കുകയാണ്, അവഗണിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ വീണ്ടും മുഴങ്ങി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ മുഴങ്ങി നിൽക്കുന്ന ഈ ശബ്ദം ഏതാണ്? സ്വരം, കാര്യം, ആശയം എന്താണ്? കുരിശൊഴിവായി പോകട്ടെ. ഈശോയുടെ മനുഷ്യപ്രകൃതിക്ക് ഒരു തരത്തിലും സ്വീകാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല കുരിശുമരണം, ഭീകരമായ കുരിശുമരണം. ഈശോ തന്നെ അനേക അവസരങ്ങളിൽ തിരുനാളിനൊക്കെ ജെറുസലേമിൽ വരുമ്പം ഈ ക്രൂശിക്കപ്പെട്ട് കിടന്ന് പടഞ്ഞ് മരിക്കുന്ന അനേക സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമാക്കാരിങ്ങനെ തിരുനാളുകളുടെ അവസരത്തിൽ എല്ലാവരും ജെറുസലേമിൽ വരുമ്പോഴാണ് ആൾക്കാർ ആരെങ്കിലും ക്രൂശിച്ചിട്ടിരുന്നത്, ക്രൂശിക്കുമായിരുന്നു. അത് കണ്ടിട്ട് വേണം യഹൂദർ തിരുനാളിന് നഗരത്തിൽ കയറാൻ. അതിന് കാരണം എന്താണ്? ഒരു പേടി ഉണ്ടാവണം, ഭയപ്പെടുത്താനുള്ള മാർഗമാണ്. എല്ലാവരുടെയും എന്നെ വെച്ചൊരു ശിക്ഷ കൊടുക്കുമ്പോൾ അതിനർത്ഥം എല്ലാവർക്കുള്ള മുന്നറിയിപ്പാണ്. പരസ്യമായിട്ടൊക്കെ ചില ശിക്ഷകളൊക്കെ കൊടുക്കുന്ന രീതിക്ക് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള രീതി റോമാക്കാർ പുലർത്തിയിരുന്നു. അതുകൊണ്ട് ഈശോയും 12 വയസ്സ് മുതൽ എല്ലാ വർഷവും 3 പ്രാവശ്യം പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിയും തിരുനാളിന് എത്തിയിരിക്കണമെന്നുള്ള മോശയുടെ അനുശാസനം വെച്ചുകൊണ്ട് ഈശോയും എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയ അനേക അവസരങ്ങളിൽ നഗരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഈശോ കണ്ടിട്ടുണ്ട്. ആ ചെറിയ കുന്നിൻ്റെ മുകളിൽ, ഗാഗുൽത്തായുടെ കുന്നിൻ്റെ മുകളിൽ കുരിശി തൂങ്ങിക്കിടന്നു പെടഞ്ഞ് കാറി കൂകി ഇങ്ങനെ മരിക്കുന്ന സഹോദരത്തോരെ കുളിച്ച് കിടക്കുന്നവരെ കണ്ടു വിറങ്ങലിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിറങ്ങലിപ്പ് ഈശോയ്ക്കുണ്ട്. ഇപ്രാവശ്യം ഈശോ പെസഹായ്ക്ക് വരുമ്പോൾ ഈശോയ്ക്കറിയാം അവിടെ നാളെ ഈ അടുത്ത ദിവസം കിടക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ ഈശോയ്ക്ക് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു തരത്തിലും എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു ചിന്തയിന്മേലാണ് പത്രോസ് വഴി സാത്താൻ തോണ്ടിക്കൊടുക്കുന്നത്. നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, അത് സംഭവിക്കാതെ പോയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഈശോയുടെ ഉള്ളിൽ മാനുഷികമായിട്ടുണ്ട്. സംഭവിക്കാതെ പോയിരുന്നെങ്കിൽ. പക്ഷേ പിതാവിൻ്റെ പദ്ധതി വെച്ച് താൻ പരിഹാരം ബലിയാകണം, അവിടെ മുന്നോട്ട് നീങ്ങുകയാണ്. പത്രോസ് പറഞ്ഞ ഈ ഒരു കമൻറ്റ് ഈശോ അപ്പോഴെ തിരുത്തി പറഞ്ഞുവെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റും, അത് ഈശോയുടെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുക. ഒരാഴ്ചയായിട്ട് ചിന്ത മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈശോ പത്രോസിനെ കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോകുന്നു. താബോർമൽ ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവിടെ ഒരു ഡെലിവറൻസിൻ്റെ സ്റ്റെപ്പാണ് ഈശോ കാണിച്ചു തരുന്നത്. ഡെലിവറൻസിൻ്റെ സ്റ്റെപ്പാണ്. അവിടെ ഈശോ മോശയും ഏലിയായുമായിട്ട് സംസാരിച്ചു എന്ന് വായിക്കുകയാണ്. മോശയും ഏലിയായി എന്ന് പറയുമ്പോൾ ആരാ ഇവർ? മോശയും ഏലിയായി എന്ന് പറയുന്ന അന്നത്തെ ഈശോയുടെ കാലഘട്ടത്തിലെ വിശുദ്ധ ഗ്രന്ഥം, നമ്മുടെ ഇന്നത്തെ പഴയ നിയമം. അതിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് നിയമപുസ്തകവും പ്രവാചക പുസ്തകങ്ങളും. ഇന്ന് നമുക്ക് സുവിശേഷങ്ങളും ലേഖനങ്ങളെന്ന് പറയുന്ന പോലെയാണ് നിയമപുസ്തകങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും പൊതുവെ പറയുമ്പോൾ. അതാ പ്രവാചകന്മാരെയും നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലെന്നാക്കാനല്ല, അസാധുവാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കാനാണ്. നിയമത്തിന് പ്രവാചകൻ നീ എന്തോ വായിക്കുന്നു ചോദിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്ത് വായിക്കുന്ന അർത്ഥം. അപ്പോൾ മോശയും ഏലിയായും വന്ന് ഈശോ സംസാരിച്ചെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഈശോ മലമുകളിൽ കയറി വചന വിചിന്തനം നടത്തിയെന്നാണ്. വചനവുമായിട്ട് ഉള്ളു ചേർത്തു. വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി, മർക്കോസ് എന്ത് പറയുന്നു? ലൂക്ക ഇപ്രകാരം പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നല്ല അർത്ഥം. അപ്പോസ്തലൻ എഴുതിയ ലേഖനം നമ്മൾ വായിച്ചെടുക്കുന്നു എന്നർത്ഥം. മോശ വന്ന് സംസാരിച്ചെന്ന് പറയുമ്പം മോശയോടെ വന്നു, ശരിയാണ്. അതിനപ്പുറം ആഴപ്പെട്ട അർത്ഥം എന്താ? മോശ പങ്കുവെച്ച നിയമപുസ്തകങ്ങളിലൂടെ ഈശോ ഇവിടെ കാണപ്പെടാൻ പഠിച്ചിരിക്കുക. അതിലൂടെ മനസ്സിനെ കൊണ്ടുപോയിട്ട് ബോധ്യങ്ങളെടുത്തു. പ്രവാചകൻ ഏലിയ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈശോയുടെ ജീവിതം എങ്ങനെയാണ് പോകേണ്ടതെന്ന് പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട ഏശയ്യ പറയും. നമുക്കറിയാമല്ലോ 53-ാം അധ്യായത്തിൽ സഹനദാസൻ ഭീകരമായ സഹനത്തിൽ കൂടെ കടന്നു പരിഹാര ബലിയാകുമെന്ന് കർത്താവിൻ്റെ ദാസൻ, ആ ദാസനാണ് ഞാൻ. ഈ കാര്യം എല്ലാമാണ് ഈശോ ഈ താബോർ മലമുകളിൽ കയറിയിട്ട് വചന വിചിന്തനം എടുക്കുകയാണ്. വചനം എടുക്കേണ്ട സാഹചര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കുരിശുമരണം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ചിന്ത പത്രോസ് വഴി സാത്താൻ ഇട്ട് കൊടുത്തു. സാത്താനാണോ ചിന്ത ഇട്ട് കൊടുക്കുന്നത്? അത് ഈശോ പെട്ടെന്ന് വിളിച്ചതേ ഉള്ളോ സാത്താനെന്ന്?
മരുഭൂമിയിലെ പരീക്ഷാ അവസരത്തിൽ സാത്താൻ നേരെ വന്ന് ഈശോയ്ക്ക് പിതാവ് വെച്ച വഴി, കുരിശന്റെ വഴി വിട്ടിട്ട് എളുപ്പമുള്ള വഴിയുടെ കാര്യം നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു. ദേവാലയ ഗോപുരത്തിന് മുകളിൽ കയറി താഴേക്ക് ചാട്, ആൾക്കൂട്ടം എല്ലാം കൂടെ അന്തിച്ച് ആശ്ചര്യഭരിതരായി ഓടിക്കൂടട്ടെ, അപ്പോൾ നിനക്ക് സുവിശേഷം പ്രസംഗിക്കാം. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കാര്യം നടത്തിക്കുക എളുപ്പമല്ലേ? ഈ ഉപവാസവും കുരിശുമരണവും ഒക്കെ എന്തിനാ? അങ്ങനെ വഴി തെറ്റിക്കാൻ നോക്കിയപ്പോഴാണ് ഈശോ അവിടെ സാത്താനോട് പറയുന്നത്, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മോശയും പ്രവാചകന്മാരും വഴി ദൈവമായ കർത്താവിൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ട എന്താണോ ആ വഴി വിട്ടു വരാൻ എന്നെ കിട്ടത്തില്ല സാത്താനേ, നീ പോ. കണ്ടോ, വചനമാണ് അവിടെ ഈശോ എടുത്ത് പിടിക്കുന്നത്. സാത്താൻ അവിടെ നാണം കിട്ടുപോയി. ഈശോ നേരെ ആഗ്രഹിച്ച് കിട്ടിയില്ല. അവിടെ പിന്നെ ഈശോയുടെ പക്കൽ പത്രോസ് വഴി സമീപിച്ചാണ്. ഇവിടെ കേസര പിരിപ്പേര് വെച്ച് പത്രോസ് സമീപിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു പത്രോസിനോട്, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. വിശുദ്ധ ലിഖിതം പങ്കുവച്ചിരിക്കുന്ന ദൈവിക ചിന്തയോട് ചേർന്നല്ല നിന്റെ ചിന്ത പോകുന്നത്. അവിടെ സാത്താൻ സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് മാറ്റിയെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈശോയുടെ ഉള്ളിൽ പിന്നെ ഈ ചിന്ത കിടക്കുകയാണ്. ഞാൻ ഉദാഹരണം മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഒരു നാട്ടിൻപുറത്തൊരു വീടിങ്ങ് തുറന്ന് കിടക്കുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇത് എവിടുന്നോ ഒരു മൊരഞ്ഞ പന്നി ചെളിക്കുഴി കിടന്നത് ഓടി വന്ന് പെരയ്ക്കാത്തൊരു കയറുമെന്ന് വിചാരിക്കുക. വല്ല പട്ടി പോലെ ഓടിച്ചായിരിക്കും. പന്നി ഓടി വന്ന് പെരയ്ക്കാത്തൊരു വന്നും കയറി. പെരയ്ക്കകത്ത് കയറി പന്നി കയറി കണ്ടപ്പോഴേ വീട്ടിലുള്ളവർ നോക്കിക്കൊണ്ട് പന്നി മൊരഞ്ഞ ചെളി ഇറ്റിട്ട് വീഴുന്നു പെരയ്ക്കകത്ത്. ഉടനെ വീട്ടുകാരിറങ്ങി ഓടി വന്നിട്ട് പന്നി ഓടിക്കുകയാണ്. ഈ പന്നി അങ്ങോട്ട് അകത്തോട്ട് കയറി അകത്തെ മുറി കയറി അവിടെ ഇങ്ങോട്ടോടി അങ്ങോട്ടോടി തട്ടി മറിഞ്ഞു തെറ്റി വീണു, ഉരുണ്ട് വീണു, പിന്നെ പടച്ച് എണീറ്റു. എന്നിട്ട് ഒരു തരത്തിൽ പുറത്തിറങ്ങി സ്ഥലം വിട്ടു, രക്ഷപ്പെട്ടു. ഉടനെ വീട്ടുകാർ കഥ അടച്ചു. കഥ അടച്ചിട്ടാൽ മതിയായിരുന്നു, പന്നി അകത്ത് കയറിയല്ലോ. ഏതായാലും പോയല്ലോ, പന്നി ഇറങ്ങി പോയല്ലോ. ആശ്വാസമായോ? പന്നി ഇറങ്ങിപ്പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കഥ കടച്ച് അകത്തോട്ട് കയറിയപ്പോണ്ട് പന്നി കാഷ്ടം, പന്നി മൂത്രം, പന്നി തെറ്റി വീണിട്ട് അവിടെ മുഴുവൻ ചെളി, അതിൻ്റെ പൂട പറഞ്ഞ് പൊഴിഞ്ഞ് അവിടെ കിടക്കുന്നു, ദുർഗന്ധം. എന്നാ ചെയ്യുന്നത്? പിന്നെ കഥവ് ജനാലയെല്ലാം തുറന്നിട്ട് തുടച്ച് പെറുക്കി കഴുകിപ്പെറുക്കി ഒരു തരത്തിൽ കാർപ്പറ്റയിലെല്ലാം വീണ് അതെല്ലാം മാറ്റി. എത്ര നേരത്തെ പണിയുണ്ടല്ല. ഈശോയുടെ കാതിലൂടെ സാത്താൻ്റെ സ്വരം, ഈ സാത്താൻ പന്നി കയറി. ഈശോ അപ്പം തന്നെ പുറത്ത് പറഞ്ഞു വിട്ടു, തട്ടി തെറിപ്പിച്ചു, ഇറങ്ങി പോടാന്ന് പറഞ്ഞു, വിട്ടുപോ, മാറിപ്പോകാൻ പറഞ്ഞു, ചാട്ടി വിട്ടു. അങ്ങനെ പന്നി പുറത്തു പോയി. പക്ഷെ അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞിട്ടും അന്ന് രാത്രി ഈശോ കിടക്കാൻ നേരം കിടന്നു കഴിയുമ്പോൾ ഇതേ ചിന്ത വരികയാണ്, ഗുരുവേ ദൈവം കനിയട്ടെ, കുരിശിനൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. കുരിശുമരണം സംഭവിക്കാതിരിക്കാൻ പത്രോസ് പറയുന്നു. ഈശോ ഉറക്കുകയാണ്, അല്ലല്ല കുരിശുമരണത്തിന് വഴിയെ പോകണം, തിരിഞ്ഞു കിടന്നു, പിന്നെയും സംഭവിക്കാതിരിക്കട്ടെ. ഈശോ പിന്നെ കേൾക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഉറക്കം തെളിയുന്നു, ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ അങ്ങനെ 1 ദിവസം 2 ദിവസം 5 ദിവസം 6 ദിവസമായിട്ട് ഈ മണം മുഴുവൻ പോകുന്നില്ല. അതോട് ഈശോ മെനക്കെട്ട് മലമുകളിൽ കയറുകയാണ്, സമയം എടുത്തൊന്ന് ശുദ്ധീകരിക്കാൻ. എങ്ങനെ? ഒന്നാമത് വചനത്തിൻ്റെ വ്യക്തത എടുക്കുകയാണ്. പത്രോസ് വഴി സാത്താൻ പറഞ്ഞ വചനമാണോ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരും മോശയും പറഞ്ഞ വചനമാണോ? മോശയും പ്രവാചകന്മാരുടെ വചനം ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ ഇപ്പോൾ കൂടുതലായിട്ട് ഈ സാത്താൻ പത്രോസ് വഴി പറഞ്ഞ വാക്ക് കയറി നേരെ പ്രവാചകന്മാർ പറഞ്ഞ വചനത്തിൽ ബൈബിളിൽ കുറിച്ച് വെച്ചിരിക്കുന്ന വായിച്ച് കാണാപ്പാടം പഠിച്ച് കിടക്കുന്ന ഇവിടെ ജീവനുള്ളൊരു വ്യക്തി, ഏറ്റവും പ്രിയപ്പെട്ട അപ്പസ്തലൻ മാറ്റി നിർത്തി കണ്ണിലേക്ക് നോക്കിക്കൊണ്ട ശക്തമായിട്ട് പറയും സംഭവിക്കാതിരിക്കട്ടെന്ന്. ആ സാന്നിധ്യം നോട്ടം എല്ലാം പതിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതങ്ങ് മാറുന്നില്ല. അവിടെ ഈശോ മലമുകളിൽ കയറി മണിക്കൂറുകൾ ഈ വചന വിചിന്ത നടക്കുകയാണ്. അപ്പോൾ പത്രോസ് വഴി സാത്താൻ്റെ തട്ട് അല്ലെങ്കിൽ സ്വരം പന്നി പേരയ്ക്കകത്ത് കയറുന്നത് തൻ്റെ ഉള്ളിൽ കയറിയതിനെ ഈശോ എങ്ങനെ കൈകാര്യം ചെയ്ത് നോക്കിക്ക്. ഈശോ മലമുകളിൽ കയറി മണിക്കൂർ ചെലവഴിക്കുകയാണ്, വചന വിചിന്തനം നടത്തുകയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, ഉത്ഥാന ദിവസം രാവിലെ ഈശോയുടെ കല്ലറ ശൂന്യമായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ മറിയം മഗ്ദലേന ഓടി വന്ന് പത്രോസിനെയും യോഹന്നാനെയും പത്രോസ് യോഹന്നാനെ ഓടി ചെന്നു. അവർ നോക്കിയപ്പോൾ കല്ലറ തുറന്ന് കിടക്കുന്നു, ശൂന്യം, കച്ചവടം കിടപ്പുണ്ട്. അവർ കണ്ട് തിരിച്ചറിഞ്ഞു പോന്നു. മറിയം മഗ്ദലേന അവിടെ നിൽക്കുകയാണ്. ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ വന്നിട്ട് മറ്റപ്പസ്തലന്മാരെല്ലാം ഇവർ വിവരം പറഞ്ഞു, ഇതേ കർത്താവിന് ശരീരം കാണുന്നില്ല, തുറന്നു കിടക്കുന്നു. ഇത്ര കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്ലയോപ്പാസും കൂട്ടുകാർ 2 പേര് എമ്മാവോസിലേക്ക് പോകുന്ന രംഗം നമുക്കറിയാം, ലൂക്കാ 24. അവിടെ വിഷയം എന്താണ്? ഇത്ര നല്ലൊരു ഗുരു, ശക്തനായ പ്രവാചകനായ ഈശോ എന്ന ഗുരുവിനെ നമ്മുടെ പുരോഹിതന്മാരെ കൂടെ ഒറ്റിക്കൊടുത്ത് കള്ളസാക്ഷികളെ വെച്ച് പറയിപ്പിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്ത റോമാക്കാർക്ക്, എന്നിട്ട് കുശി തറച്ച് കൊന്നു, ഒരു തെറ്റുമില്ലെന്ന് കുലസ്തർ ബോധ്യപ്പെട്ട. എന്നിട്ട് പോലും
അങ്ങനെ എല്ലാം തീർന്നു വിഷമിച്ചിരിക്കുമ്പം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവിടുന്ന് ഉയർത്തെഴുന്നേക്കും എന്നൊക്കെ ഒരു പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. 3-ാം ദിവസം. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഇതേ രാവിലെ എന്നപ്പോൾ ശവം കൂടെ കാണുന്നില്ല. ഇനിയിപ്പോൾ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? നിരാശപ്പെട്ട് പോവുക ഈ 2 പേര്. ഇനി നിർത്തിയേക്കാം, പോയേക്കാം. അവർ ജെറുസലേമിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തം നാടായ എമ്മാവൂസിലേക്ക് പോവുകയാണ്. അതൊരു 10-11 കിലോമീറ്റർ ദൂരമുള്ള ദൂരമാണ്. നടക്കുകയാണ്. അത് വാടി തൂങ്ങി പ്ലാനവതെ വിഷമിച്ച് സങ്കടപ്പെട്ട് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല, പക്ഷേ പോക്കടമില്ല, പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഈശോ കൂടെ വന്ന് നടക്കും. നമുക്കറിയാം, കൂടെ നടക്കുമ്പോൾ ഈശോ ഇവിടെ വിശേഷം ചോദിക്കുന്നു. ഇവർ വിഷമിച്ച് പറയുകയാണ്, ഇങ്ങനെ ഗുരുവിനെ അവർ കുരിശിൽ തറച്ച് കൊന്നു, ശവവും കൂടെ കാണുന്നില്ല, എല്ലാം തീർന്ന്, കഷ്ടം. അങ്ങനെ പറയുമ്പോൾ ഈശോ നമുക്കറിയാം, ഈശോയുടെ മറുപടി എന്താണ്? മോശ തുടങ്ങി പ്രവാചകന്മാർ ഈശോയുടെ കുരിശ് മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തു. കണ്ടോ, മോശ തുടങ്ങിയ പ്രവാചകന്മാർ ഈ മിശിഹായുടെ കുരിശ് മരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. മോശ തുടങ്ങിയ പ്രവാചകൻ, മോശ, ഏലിയ, താബോർ, ഈശോ അതാ എടുത്തത്. ആ അനുഭവിച്ച് പങ്കുവെച്ച് കൊടുക്കുകയാണ്. അപ്പം ഈ എമ്മാവൂസിലേക്ക് നിരാശപ്പെട്ട് 2 പേര് പോകുമ്പം അവിടെ ജീവിതത്തിൽ ഈശോ കരുത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? വചനത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് നിങ്ങൾ ഒരാഴ്ച ധ്യാനം കൂടി ഒരു കരുത്തെടുത്ത് അങ്ങനെയൊക്കെ ആരംഭിച്ച് പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങും. പല അവസരങ്ങൾ വരുമ്പം പല കാര്യങ്ങൾ ഉദ്ദേശമല്ല നീങ്ങുന്നു. ഈ 2 പേര് നോക്കി ഗുരുവിനെ കുരിശ് തെറിച്ച് കൊന്നു, ശവശരീരം കാണുന്നില്ല, എന്നാ കാണിക്കും? കലങ്ങുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. കലക്കം വരുന്നു, ഉദ്ദേശിക്കുന്ന കാര്യം നീങ്ങിയില്ല. ധ്യാനം കൂടിയപ്പോൾ ഊര് കിട്ടി, ഒരു പ്രതീക്ഷയുടെ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ മുന്നോട്ട് മാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നവരെ നീങ്ങുന്നില്ല. പ്രശ്നങ്ങൾ അവിടെ കയറി വരുന്നു, ഇവിടെ കയറി വരുന്നു. എന്നാ കാണിക്കുന്ന ആകപ്പാടെ മടുപ്പ് വരികയാണ്. എന്താ ഉത്തരം? ഇവർക്ക് ഈശോ കൊടുത്ത ഉത്തരം കണ്ടോ? ക്ലയോപ്പസിനും കൂട്ടുകാരും എങ്ങനെയാണ്? വചനത്തിൻ്റെ വ്യക്തത കൊടുത്തു. കൂടെ നടന്ന മണിക്കൂർ 3-4 മണിക്കൂറെങ്കിലും ഒരുമിച്ച് നടന്നിട്ടുണ്ട് ആ യാത്രയിൽ. അങ്ങനെ കൂടെ നടന്നിച്ച് വചനം വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വചന വ്യക്തത കൊടുത്തു. പിന്നെ അപ്പം മുറിച്ചു. രാത്രി അത്താഴത്തിന് ഈശോ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. കുർബാന, ഈശോ സാന്നിധ്യം, അവൻ നമ്മൾ സംസാരിക്കുകയായിരുന്നല്ലോ എന്നവർ തിരിച്ചറിഞ്ഞു. തങ്ങൾ അനാഥരല്ല, സനാഥരാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. ഗുരു പോലും ഇല്ല, ഗുരുവിൽ ശവം പോലും ഇല്ല എന്നോർത്തപ്പോൾ അവർ കറങ്ങിപ്പോയത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി കല്ലറ ശൂന്യമാണ്, ആൾക്കാരുടെ ഭീഷണിയല്ല, ജെറുസലേമിലുണ്ട്, ശിഷ്യന്മാരെ വേണ്ട സാധ്യതയുണ്ട്, പക്ഷേ ഗുരു ഞങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ അനാഥനല്ല, ഞങ്ങൾ സനാഥനാണ്, നാഥൻ കൂടെ ഉള്ളവരാ. അപ്പോൾ അവർ കരുത്തായി തിരിച്ചു പോവുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ ശിഷ്യന്മാരുടെ പ്രശ്നം എന്താ? ഈശോയെ കൊന്നതോ, കുരിശിൽ തറച്ചതോ, ശവശരീരം നഷ്ടപ്പെട്ടതോ, ഇനി ശിഷ്യന്മാരെ വേട്ടയാടാനായിട്ട് മറ്റ് യഹൂദര് പടയാളിയും കൊണ്ട് നടക്കുന്നത് ഒന്നുമല്ല വിഷയം. ഇതിനെ അഭിമുഖീകരിക്കാനുള്ള വചന ബോധ്യവും കരുത്തും ഇല്ലാതെ പോയി. അതാണ് പ്രശ്നം. സഹമുള്ള സഹോദരങ്ങളെ, അടുത്താരിയെന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങളെപ്പറ്റി കലങ്ങി കടന്നു വന്നിരിക്കുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളല്ല കലക്കത്തിൻ്റെ കാരണം. നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ പ്രിയപ്പെട്ടവരുടെ ദുർനടപടികളോ വീഴ്ചകളോ കാര്യങ്ങളോ അല്ല പ്രശ്നം. അതിനെ തമ്പുരാൻ്റെ വചന വ്യക്തതയിൽ മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ചയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നീങ്ങാനുള്ള കരുത്ത് പ്രാർത്ഥന വഴി എടുക്കാത്തതാണ്. പൈശാചിക ഉപദ്രവങ്ങൾ എന്തുമാത്രമാണ് നിങ്ങൾക്കെതിരെ വീട്ടിൽ, കുടുംബത്തിൽ, കൈവേഷോ, കൂടോത്രം, മന്ത്രവാദ സ്നേഹമുള്ളവർ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞില്ലേ, നമുക്കെതിരെയുള്ള സഹനങ്ങൾ പിശാചിന് നേരിട്ടുള്ളതോ അല്ലാതെയുള്ളതോ, പൈശാചിക സ്വാധീന വ്യക്തികൾ എന്തു ആയിക്കോട്ടെ, സഹനങ്ങളുടെ ആധിക്യമല്ല പ്രശ്നം. അതിനെ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഒന്ന്. വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടും ആ വചന വഴി നടക്കാനുള്ള കരുത്ത് പ്രാർത്ഥന വഴി എടുക്കാത്തതാണ്. ഇവിടെയാ പ്രശ്നം. അല്ലാതെ ഈ ഞെരുക്കങ്ങളോ തകർച്ചകളോ കടബാധ്യതയോ രോഗങ്ങളോ മരണങ്ങളോ കുടുംബത്തിലുള്ളവരുടെ ദുർമാർഗം ഇതല്ല പ്രശ്നം. ഇതാണ് പ്രശ്നം. അപ്പം എങ്ങനെ മുന്നോട്ട് പോകാം? അതാ ഈശോ തരുന്ന മാതൃക. താബോർമല കയറി വചന വിചിന്തനമെടുത്തു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഓടി വന്നൊരു ഡെലിവറീസ് എടുത്തുകൊണ്ട് പോകാനായിട്ട് തത്രപ്പെട തമ്പുരാൻ്റെ വഴി അതല്ല തമ്പുരാൻ്റെ വഴി. അങ്ങനെ ഓടി വന്നൊരു പ്രാർത്ഥന എടുത്ത് എന്തെങ്കിലും വിടുതൽ മേടിച്ചുകൊണ്ട് പോകാൻ നോക്കിയാൽ എന്ത് കാരണം കൊണ്ടാണ്, ഏത് പഴുത് വഴിയാണോ തിന്മയുടെ ലോകത്തിന് നിന്റെ ശരീരത്തിന്, നിന്റെ കുടുംബത്തിന്, നിന്റെ സാമ്പത്തിക മേഖലയിൽ അവസരം കിട്ടിയിരിക്കുന്നത്, അത് തിരിച്ചറിഞ്ഞ് അടയ്ക്കുന്നില്ല എങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് ഇറക്കി വിടുന്നവൻ 7 കൂടി തിരിച്ചു വന്ന് കയറും. ഈശോ പറഞ്ഞ കാര്യമാണ്. പിന്നെ ദയനീയമായ അവസ്ഥ വരും. അങ്ങനെ അല്ല നമ്മൾ നിലനിൽക്കുന്ന വിടുതൽ. പാമ്പുകളുടെയും തേളുകളുടെയും നമ്മൾ വചനം കണ്ടല്ലോ.
ഒരു ഉപദ്രവം വരികയില്ല, ഒന്നും ഉപദ്രവിക്കുക. അങ്ങനെ ആകാൻ നമുക്ക് പറ്റും. അതിനുള്ള ഒരു ആത്മീയ പോരാട്ടത്തിലേക്ക് സ്നേഹമുള്ളവരെ നമ്മൾ കയറി വരണം. അതാണ് സഭയുടെ ദൗത്യം ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നിലനിൽക്കുന്ന വിടുതൽ ഈശോ ലൂക്ക 10:10 പറയുന്നതായ ആ സംരക്ഷണം നമുക്ക് സ്വന്തമാക്കേണ്ടത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. ഏത്? നമ്മൾ ഈശോ കാണിക്കുന്ന പ്രക്രിയ. ഏത്? ഈശോ കണ്ട മലമോൾ കയറിയത്, താബോർ കയറിയത്, വചനവിശുദ്ധനെ എടുക്കുന്ന കണ്ടോ? സാത്താൻ പറഞ്ഞ വാക്കിനെ ഒഴിവാക്കാൻ മരുന്ന്. അത് കഴിഞ്ഞിട്ടോ പ്രാർത്ഥിച്ചു, രൂപാന്തരപ്പെട്ടു, ശക്തി നിറഞ്ഞു. അതിൻ്റെ മുമ്പിലത്തെ പശ്ചാത്തലം സാത്താൻ്റെ സ്വരം പത്രോസിനോട് കിട്ടിയതാ. ഇനി ഇത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്താ? മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഭവം എന്താ വചനം പറയുന്നത്? ഒരപ്പൻ പിശാചബാധയുള്ള മകനെയും കൊണ്ട് വന്നിരിക്കുന്നു. താഴെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പസ്തലന്മാർ താഴെ 9 പേരുണ്ട്. 9 പേര് നോക്കിയിട്ട് ഇറക്കിവിടാൻ പറ്റിയില്ല. നാണം കെട്ട് നിൽക്കുന്നു, ജനക്കോട്ടം കാത്തു നിൽക്കുകയാണ്. അതാ താഴെ ഇറങ്ങി വരുമ്പോഴേ ഉള്ളത് ഇത് പിശാചിൻ്റെ അടുത്ത സംഭവം. ഈശോനെ ഇറക്കി വിട്ടു. അപ്പസ്തലന്മാർ പിന്നെ രാത്രി വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ഇറക്കിടാൻ പറ്റാത്തത്? ഈശോ പറയും, പ്രാർത്ഥന ഉപവാസം കൊണ്ട് മാത്രമേ വർഗം പുറത്തു പോവുള്ളൂ. ഈശോ ദിവസം മലമുകളിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരികയാണ്. പ്രാർത്ഥന വഴി നമ്മിലേക്ക് നമ്മൾ നിറച്ചെടുക്കുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ മുമ്പിലാണ് നമുക്കെതിരെയുള്ള തിന്മ സാന്നിധ്യങ്ങൾ തോറ്റുപോകേണ്ടത്. അപ്പസ്തലന്മാർ തലയാഴ്ചയിൽ പോയി അനേക വിഷയങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. 72 പേര് പോലും പോയി ബഹിഷ്കരിച്ചതാണ്. 12 പേരും ഒത്തിരി പേര് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഈശോ അയച്ചപ്പോഴൊക്കെ അന്ന് പ്രത്യേക പ്രാർത്ഥന ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ പയ്യലിനെ പിശാചിനെ ഇറക്കി വിടാൻ അവർ നോക്കിയിട്ട് പറ്റിയില്ല. 9 പേര് നോക്കിയിട്ട് പറ്റിയില്ല. അപ്പസ്തലന്മാർ 9 പേര് ഒരുമിച്ച് ഇറക്കി വിടാൻ നോക്കിയാൽ പിശാച് ഈ 9 അപ്പസ്തലന്മാരിൽ അന്നുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തിയേക്കാൾ ശക്തിയുള്ളതാണ്. പിശാചുകൾക്കിടയിൽ ശക്തി കൂടിയതും കുറഞ്ഞതുമായ അരൂപികളുണ്ട്. ഒരു പിശാച് പോയിട്ട് തന്നേക്കാൾ ദുഷ്ടനായ ഏഴിനെ കൂട്ടിക്കൊണ്ട് വരുന്നു. കണ്ടോ, ദുഷ്ടത കൂടിയതും കുറഞ്ഞതുമുണ്ട്. അപ്പം അന്ന് ആ പയ്യലിലുള്ള പൈശാചിക സാന്നിധ്യത്തിൻ്റെ ശക്തി 9 അപ്പസ്തലന്മാർ ഒരുമിച്ച് നിന്നിട്ടും അവരിലുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തിയേക്കാൾ കൂടുതലായിരുന്നു. ഇറക്കിടാൻ പറ്റിയില്ല. ഈശോ അന്ന് മലമുകളിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ ശക്തി നിറച്ചെടുത്തുകൊണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞപ്പോഴേ ഇറങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, നമ്മൾ വചന വ്യക്തതയെടുക്കണം, പ്രാർത്ഥന വഴി കരുത്തുമെടുക്കണം. അങ്ങ് രൂപാന്തരപ്പെട്ടവരായിട്ട് തേജസ്സുള്ളവരായിട്ട് നമ്മൾ നടക്കണം. ഈ തമ്പുരാൻ്റെ വാക്ക് ഈ ഈശോ കാണിക്കുന്ന വഴി നമ്മൾ കേൾക്കണം. പത്രോസിനോട് ഈശോ ആദ്യം പറഞ്ഞു, പത്രോസ് എതിര് പറഞ്ഞില്ലേ? ഈ മലമുകളിൽ താബോറിൽ പ്രാർത്ഥിക്കുമ്പം പിതാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടെ പിതാവ് പറയുന്നുണ്ട്. എന്താണ്? ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ പറയാൻ കാരണം എന്നാ? ആരോടാ പറയുന്നത് പിതാവ് ഇത്? പത്രോസിനോടും ഈ 3 അപ്പസ്തലന്മാരോടാ. എന്താ ഇത് പറയാൻ കാരണം? ഇവൻ്റെ വാക്ക് കേൾക്കാൻ പ്രത്യേകം പറയാൻ കാരണം എന്നാ? ഒരാഴ്ച മുമ്പ് ഈശോ പറഞ്ഞ വാക്ക് പത്രോസ് കേട്ടില്ല. ഈശോ പറഞ്ഞ കുരിശൻ്റെ വഴിയെപ്പറ്റി പറഞ്ഞ വാക്ക് പത്രോസ് കേട്ടില്ല. അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പിതാവോട് പറയുക, പിതാവേ, പിതാവേ, അങ്ങ് കാണിച്ചു തന്ന നമ്മുടെ പള്ളിയുടെ അടിത്തറയാകേണ്ട പത്രോസ്, താക്കോൽ ലഭിച്ച പത്രോസ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അവിടെ അങ്ങ് തന്നെ ഒന്ന് പറ. പിതാവിനെ കൊണ്ട് ഈശോ പറയിപ്പിക്കുക. ഉടനെ പിതാവ് ഒന്ന് പറയാം, പത്രോസേ, ഇവൻ എൻ്റെ പ്രിയപുത്രനാ, ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ആളാണ്, ഇവൻ പറയുന്നത് നീ കേട്ടോണം. അങ്ങനെ പറയിപ്പിച്ചിട്ട് ഈശോ ഇറങ്ങി വരികയാണ്. പിന്നെ 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യം ഈശോ പ്രവചനം കൊടുക്കുമ്പം ഇവിടെ സന്ദീപർ പറയും, പത്രോസ് എതിര് പറയുന്നില്ല. അപ്പോൾ നമുക്കുള്ള മുന്നറിയിപ്പാണ്, ഇവൻ പറയുന്നത് കേൾക്കണം എന്ന് പിതാവ് ഈശോയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞെങ്കിൽ, സ്നേഹമുള്ളവരെ, ഇന്ന് ഈ എളിയ അച്ഛനെ ചൂണ്ടിക്കാണിച്ച് തമ്പുരാൻ പറയുന്നത്, ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇവൻ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. ഇത് അവൻ്റെ സ്വന്തം വാക്കല്ല. അന്ന് ഈശോ മോശയെയും ഏലിയായെയും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നിവിടെ ഈ ഒരാളിരുന്നു കൊണ്ട് ഈ വചന വെളിപ്പെടുത്തൽ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. പറയുന്ന ആളുടെ ഒന്നുമല്ല, വെളിപ്പെടുത്ത തമ്പുരാൻ്റെ കാര്യങ്ങളാണ്. ഇത് കേൾക്കാൻ തയ്യാറാണോ അല്ലയോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ മാത്രമേ നിലനിൽക്കുന്ന വീട് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവരെ, ദൈവരാജ്യമാണ് ആദ്യം അന്വേഷിക്കേണ്ടത്, വിടുതലല്ല. വിടുതൽ മാത്രമല്ല തേടേണ്ടത്, ദൈവരാജ്യം തേട്. അവിടുത്തെ രാജ്യവും നീതി ആദ്യം അന്വേഷിക്കുക, ബാക്കി എല്ലാം തരപ്പെടും. ഞാൻ വീണ്ടും വർത്താനം ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകൾ പൊട്ടുന്നത് നിങ്ങൾ കാണും. തിന്മ സാധനം വിട്ടുമാറും നിങ്ങൾ കാണും. ദൈവരാജ്യ അനുഭവത്തിൽ കയറി വരുന്നത് ഒരു തിന്മയും നിങ്ങൾ ഉപദ്രവിക്കല്ലാത്ത അഭിഷേകം ഈശോ ലൂക്ക 10:10 വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന് അനുഭവമാക്കി മാറ്റും. ആദ്യം നീ എന്ന വ്യക്തി നിന്റെ ഹൃദയത്തെ ജീവിതത്തിൽ അനുഭവിക്കണം. നിന്നിൽ നിറയുന്ന ദൈവശക്തിയാണ് നിന്നിൽ നിന്നും നിന്റെ കൂടെയുള്ള പങ്കാളിയിലേക്ക്
മക്കളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, കൂടപ്പുറപ്പുകളിലേക്ക് അരിച്ചരിച്ചരിച്ചിറങ്ങേണ്ടത്. ക്രമമായിട്ടവിടെ മാറ്റം വരാൻ തുടങ്ങും. സാമ്പത്തിക മേഖലയിലേക്ക് എല്ലാം വലിച്ചിറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ കയറി വരേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.